ചില ജീവിതങ്ങളും ചിലരുടെ ജീവിത സാഹചര്യങ്ങളും ഇങ്ങനെയാണ്. ഒരു പിടി ശത്രുസേനയുടെ മുന്നിൽ അകപ്പെട്ടതുപോലെ. ഒന്നും ചെയ്യാനില്ല, വെറുതെ നിന്നുകൊടുത്താൽ മതി, ബാക്കി അവർ ചെയ്തോളും, അവർ പറഞ്ഞോളും എന്നതുപോലെ. ആ ശത്രുസേനയിൽ ചിലപ്പോൾ മനുഷ്യരുടെ സാന്നിധ്യമാകാം, പലപ്പോഴും അതിൽ കൂടുതൽ ആത്മീയ ശത്രുക്കളാകാം. വെറുപ്പ്, പക, പിണക്കം, വാശി, അഹങ്കാരം, മറ്റാരും ഗതി പിടിക്കരുതെന്ന വിചാരം, എല്ലാം എനിക്ക് തന്നെ ലഭിക്കണമെന്ന ചിന്ത, ഒരു മടിയുമില്ലാതെ മറ്റുള്ളവരെ വഞ്ചിക്കാനും ചതിക്കാനുമൊക്കെയുള്ള പ്രേരണ, ഇവയെല്ലാം നമ്മുടെ ആന്തരികതയെ കാർന്നു നശിപ്പിക്കുന്ന ശത്രുക്കളാണ്. ഓരോന്നും ഉള്ളിൽ വച്ച് പുലർത്തുമ്പോൾ ഓർത്തുകൊള്ളുക, ഞാനും ഇതേപോലെ ഇരയായി നിസ്സഹായനായി മാറുകയാണെന്ന്. ഉരുകണം, ഉടയണം ഇത്തരം ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ. ദൈവകൃപയിൽ ആഴപ്പെട്ട് ജീവിച്ചെന്നാൽ എല്ലാം തീർന്നുവെന്ന് നീ വിചാരിക്കുന്നിടത്ത് ദൈവം ചില പിടിവള്ളികൾ ഒരുക്കി നൽകും, നിന്നെ രക്ഷിക്കാൻ, നിന്നെ അനുഗ്രഹിക്കാൻ, സകല ശത്രുക്കളുടെയും മുന്നിൽ നിന്നെ വിജയിയാക്കാൻ. ദൈവത്തിൽ ആശ്രയിച്ചു കൊള്ളുക.